പുരോഹിതനായിരിക്കെ ബി.ജെ.പിയിൽ ചേർന്ന ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനെ സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും പുറത്താക്കി. ഫാദർ ഷൈജുവിനെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക കമ്മീഷനെയും നിയോഗിച്ചിട്ടുണ്ട്. നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് ബി.ജെ.പിയിൽ ചേർന്ന ഫാദർ ഷൈജുവിനെതിരെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ കൗൺസിൽ യോഗത്തിലാണ് ഫാദർ ഷൈജുവിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനമായത്. സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. പള്ളി വികാരി, സൺഡേ സ്കൂൾ, ഭദ്രാസനം സെക്രട്ടറി എന്നീ ചുമതലകളിൽ നിന്നാണ് ഫാദർ ഷൈജുവിനെ മാറ്റിയിരിക്കുന്നത്. സഭാ അധ്യക്ഷന്റെ നിർദ്ദേശാനുസരണം ഫാദർ ഷൈജുവിനെതിരെ ഉയർന്നിട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് വരുന്നതുവരെ ഫാദർ ഷൈജു കുര്യനെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും നീക്കിയതായുള്ള സഭയുടെ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഫാദർ ഷൈജു കുര്യനെ ചുമതലകളിൽ നിന്ന് നീക്കിയത് ഭദ്രാസന അംഗങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണെന്നും നിലവിലെ രാഷ്ട്രീയ ചർച്ചകളുമായി യാതൊരു ബന്ധമില്ലെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ പറഞ്ഞു. ഫാദർ ഷൈജു കുര്യൻ ബി.ജെ.പിയിൽ ചേർന്നതിനെ തുടർന്ന് ചുമതലകളിൽ നിന്ന് നീക്കിയെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് സഭയുടെ പ്രസ്താവന. അതേസമയം സഭാസമിതികളിൽ പരാതി സമർപ്പിച്ച് പരിഹാരം കാണുന്നതിന് പകരം ചാനൽ ചർച്ചകളിൽ ഫാദർ ഷൈജു കുര്യനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഫാദർ മാത്യു വാഴക്കുന്നതിനെതിരെയും സഭാ നേതൃത്വം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഫാദർ മാത്യു തോമസിനോട് വിശദീകരണം ചോദിക്കുമെന്നും സഭ അറിയിച്ചു. സഭാവിശ്വാസിയായ വീട്ടമ്മയോട് ഫാദർ ഷൈജു കുര്യൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്ന മാത്യു വാഴക്കുന്നതിന്റെ പരാതിയിലാണ് ഭദ്രാസനം സെക്രട്ടറിക്കെതിരെ സഭ നടപടി സ്വീകരിച്ചത്. വീട്ടമ്മയുടേതായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശവും ഫാദർ മാത്യു സഭാ നേതൃത്വത്തിന് കൈമാറിയിരുന്നു. ഫാദർ ഷൈജുവിനെതിരെ സഭാധ്യക്ഷന് വിവിധ പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സഭ ഇപ്പോൾ ഫാദർ ഷൈജുവിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. ഭദ്രാസന കൗൺസിൽ ഒരു കമ്മീഷനെ നിയമിച്ച് 2 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അന്വേഷണ കാലാവധി ഫാദർ ഷൈജുവിനെ ഭദ്രാസനത്തിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ തീരുമാനങ്ങൾക്ക് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുമായി യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല എന്ന് സഭ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഭദ്രാസനം സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച ഫാദർ ഷൈജു കുര്യനെതിരെ വിശ്വാസികൾക്കിടയിലും വൈദികർക്കിടയിലും പരസ്യമായി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഷൈജു കുര്യനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി.ജെ.പിയിൽ ചേരുന്നത് എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ വാദം. എന്തൊക്കെ പ്രസ്താവനകൾ ഉന്നയിച്ചാലും സഭയുടെ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരു ഘടകം തന്നെയാണെന്ന് ഉറപ്പിക്കാം. മാത്രവുമല്ല, ഫാദർ ഷൈജു കുര്യനെ പോലൊരു വൈദികനെ ബി.ജെ.പിയിലേക്ക് സ്വീകരിച്ചതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും രാഷ്ട്രീയ തന്ത്രങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതായി ഉണ്ട്.